നമ്മുടെ ലൈവിൽ എല്ലാവരും കൂടെ അനുമോളെ കുറേ കളിയാക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നെവിനാണ് കളിയാക്കുന്നത്. കളിയാക്കൽ സഹിക്കാൻ വയ്യാതായപ്പം അനുമോൾ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തിരിക്കുകയാണ്. കുറച്ച് നേരം അവിടെ എല്ലാവരും നിശബ്ദമായിട്ട് ഇരിക്കുകയാണ്. കാരണം അനീഷേട്ടനുള്ളതുകൊണ്ട് അവർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. അവരിങ്ങനെ അടക്കം പറച്ചിൽ പോലെ രണ്ടുപേരും ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം എല്ലാം നിരീക്ഷിച്ചതിന് ശേഷം അനുമോൾ അവിടെ തൻ്റെ അടുത്തില്ല എന്ന് മനസ്സിലാക്കിയ അനീഷേട്ടൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെയൊക്കെ നോക്കി അനുമോൾ ഊഞ്ഞാലിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു, അനുമോൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത്, അകത്തേക്ക് വരൂ, അകത്ത് വന്ന് കിടന്നുറങ്ങൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനുമോൾ വരുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ വീണ്ടും അനുമോളെ വിളിച്ചുകൊണ്ട് പോവാണ്. അനുമോൾ കിടന്ന് വരൂ, ചെന്ന് കിടന്നുറങ്ങ്, എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കര കെയറും കാണിക്കുകയാണ്. എന്തായാലും അനീഷേട്ടൻ വിളിക്കുമ്പോൾ അനുമോൾ കൂടെ ചെല്ലുന്നുണ്ട്. പക്ഷേ അനുമോളുടെ മനസ്സിൽ ഭയങ്കര പേടിയുണ്ട്. കാരണം എല്ലാവരും ഇതും പറഞ്ഞ് കളിയാക്കണം. അവിടെ ചെന്നാൽ അവർ വീണ്ടും കളിയാക്കാൻ തുടങ്ങും. അത് മാത്രമല്ല, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അനുമോളുടെ കേക്ക് നെവിൻ പറഞ്ഞിട്ടുണ്ട്. അനീഷേട്ടൻ ശുഭാപ്തി വിശ്വാസത്തോടെ അനുമോൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾക്ക് നല്ലൊരു പേടി കാണുമല്ലോ. പോകുന്ന വഴി നൂറയോടും അനുമോൾ ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. എന്താണ് അനീഷേട്ടൻ നെവിനോട് പറഞ്ഞത്. അപ്പം നൂറയും ഇത് തന്നെയാണ് പറയുന്നത്. എടീ, നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നിൻ്റെ എസിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അനീഷേട്ടൻ പറയുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എടീ എനിക്ക് ആകെ പേടിയാവുന്നു, എനിക്ക് അവിടെ വന്ന് കിടക്കാൻ തന്നെ പേടിയാവുന്നു എന്നുള്ള രീതിയിൽ അനുമോൾ പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ കൂടെ റൂമിലേക്ക് അനുമോൾ പോവുകയാണ്. അനീഷേട്ടൻ തിരിച്ച് ബെഡ്റൂമിൽ പോയി കിടന്നു. അനുമോൾ അവിടെ വന്നെത്തിയതിന് ശേഷമാണ് അനീഷേട്ടൻ കിടന്ന് ഉറങ്ങുന്നത്.